ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേ നമ്മുടെ പൂർണ്ണിമ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് അവിടെ ഇരിക്കുമ്പോഴാണ് മക്കളും 3 പേരും കൂടെ ഇറങ്ങി വരുന്നതും പർച്ചേസിങ്ങിന് പോകുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വേണമെന്ന് ചോദിച്ചപ്പോൾ അമ്മ എന്തിപ്പോൾ ഇങ്ങനെ പറയണേ, എല്ലാം നമ്മൾ തീരുമാനിച്ച് ഉറപ്പിച്ചതല്ലേ എന്ന് അറുത് ചോദിക്കുക. ഇതെന്താ അമ്മയ്ക്ക് പറ്റേ? എൻ്റെ അമ്മ നമ്മുടെ കടയിലേക്കല്ലേ പോണത്, ചേച്ചിക്ക് സാരി എടുക്കാനല്ലേ പോണേന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അത് തന്നെ എൻ്റെ പ്രശ്നമെന്ന് പൂർണ്ണിമ പറയുക. പണ്ട് അച്ഛനുണ്ടായിരുന്ന സമയത്ത് കടയിലേക്ക് പോകാൻ എനിക്ക് എന്തൊരു സന്തോഷമായിരുന്നു. എല്ലാ ആഴ്ചയിലും പോവുകയും ചെയ്യുമായിരുന്നു. ഇപ്പോൾ അച്ഛനില്ലാത്ത ഒരു കടയിലേക്ക് കയറി ചെല്ലണ്ടേ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമമാണെന്ന് പറഞ്ഞു. ഉള്ളിലൊരു നീറ്റിലാണെന്ന് പറഞ്ഞു പൂർണ്ണിമ മക്കളോട്. ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിട്ട് വരാൻ പറഞ്ഞു. നിങ്ങൾ പോയി ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞു. ഈ സമയം ഇതാണ് അമ്മയുടെ കുഴപ്പം. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് വിഷമിക്കുമെന്നും പറഞ്ഞ് ഋതു നിൽക്കുമ്പോൾ എന്തു പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് സേതു അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ അവളുമാർ രണ്ടും കൂടെ ഇങ്ങനെ നോക്കി നിൽക്കുക. സേതു വന്നല്ലോ, നിങ്ങൾ സേതുവിനെയും കൂട്ടി പോയിട്ട് വരാൻ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു സേതു. ഇവർ അച്ചുവിന് ഡ്രസ്സ് എടുക്കാനായിട്ട് പോകുക, സേതു കൂടി ചെല്ലാൻ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സേതുവിന് സന്തോഷമായി. അവളുമാർ രണ്ടുപേരും ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അച്ചു സന്തോഷമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഈ സമയത്ത് എനിക്ക് പല്ലവിയുടെ കൂടെ പുറത്തൊന്ന് പോകണമായിരുന്നു എന്ന് പറഞ്ഞു. പ്രതാപനും നിഖിലും എല്ലാവരും വരുന്നുണ്ട്, സേതു ഉണ്ടാകുന്നത് തന്നെയാണ് നല്ലത് എന്ന് പൂർണ്ണിമ അന്നേരം പറഞ്ഞു. അപ്പോൾ അച്ചു ഇങ്ങനെ ഏട്ടനെ നോക്കി ചിരിക്കുക കേട്ടോ. എന്നും പറഞ്ഞ് നിൽക്കുക. അന്നേരം ഇവളുമാർ രണ്ടും കൂടി അവിടെ. ഈ സമയം പൂർണ്ണിമയുടെ ഇഷ്ടം അതാണെങ്കിൽ നമുക്ക് പോകാമെന്നും പറഞ്ഞ് അങ്ങനെ പറഞ്ഞു. അപ്പം ഞങ്ങൾ പോകാം അമ്മേ, വെറുതെ എന്തിനാ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് ഋതുക ചോദിച്ചു. എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നും പറഞ്ഞ് നമ്മുടെ സേതു ഇവളുടെ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ കൂടെ വരാനല്ലേ, അതിനെനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നും നമ്മുടെ സേതു പറഞ്ഞു കേട്ടോ. അപ്പോൾ പൂർണ്ണിമയ്ക്ക് സന്തോഷമായി, ഇവളുമാർക്ക് ദേഷ്യമായി. എനിക്കും ഏട്ടൻ കൂടെ വരുന്നത് തന്നെ ഇഷ്ടമെന്ന് നമ്മുടെ അച്ചുവും പറഞ്ഞു. അനിയത്തിമാർ രണ്ടും ചേച്ചി ഒരു നോട്ടം അന്നേരം. അങ്ങനെ രണ്ടെണ്ണം ഭയങ്കര കലിപ്പിച്ച് നിൽക്കുക. അപ്പോഴാണ് നമ്മുടെ പല്ലവി അങ്ങോട്ടേക്ക് വരുന്നത്. എന്നാൽ പിന്നെ പല്ലവിയും കൂടി ഞങ്ങളുടെ കൂടെ പോരേന്ന് പറഞ്ഞു. നമുക്ക് പോകുന്ന വഴിക്ക് DTP എടുക്കാവോ എന്ന് പല്ലവിയോട് പറഞ്ഞപ്പോൾ ഇങ്ങനെ പല്ലവി നോക്കുക എന്താ സംഭവം എന്ന് ഓർത്ത്. അത് ശരിയാ മോള് ചെല്ല് എന്നും പറഞ്ഞ് പൂർണ്ണിമയും പല്ലവിയെ സപ്പോർട്ട് ചെയ്തു. ഞങ്ങളെ അച്ചുവിന് കല്യാണ ഡ്രസ്സ് എടുക്കാനായിട്ട് പോകുക പൂർണ്ണിമ ടെക്സ്റ്റൈൽസിലേക്ക് എന്ന് പറഞ്ഞപ്പം പല്ലവി ഇങ്ങനെ വല്ലാതായിട്ട് നിൽക്കുന്നു. പൂർണ്ണിമാമ വരുന്നില്ല, പിന്നെ പല്ലവിയും കൂടി ഉണ്ടെങ്കിൽ അതെനിക്കൊരു ബലമായേനെന്നും പറഞ്ഞിങ്ങനെ നമ്മുടെ സേതു പറയുക. അല്ല ഞാനതിന് വേണമെന്ന് പല്ലവി ചോദിച്ചപ്പോൾ വേണം, താനും വേണം, താൻ വരണമെന്ന് പറഞ്ഞു. അപ്പം മോള് ചെല്ല്, നല്ലൊരു കാര്യത്തിന് വെറുതെ ഇതിനെതിരെ പറയുന്നത്, മോള് ചെല്ലാൻ പറഞ്ഞു പൂർണ്ണിമ. അപ്പോൾ ശരി അമ്മയെന്ന് പറഞ്ഞു. അങ്ങനെ അവർ സമ്മതിച്ചു. ഈ സമയം അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് പോകുക. അപ്പോഴത്തേക്കും ഞങ്ങൾ ചെന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ചെന്നിട്ടുണ്ടെങ്കിൽ ഋതികയ്ക്ക് സ്വാതിക്കൊന്നും ഇഷ്ടമാവില്ല എന്ന് അവിടെ ഇരുന്ന് നമ്മുടെ പല്ലവി പറഞ്ഞു. അപ്പോൾ അവരുടെ ഇഷ്ടക്കേടൊന്നും മോള് നോക്കണ്ട, ഞാനാ പറഞ്ഞു വിടുന്നത്, എൻ്റെ മോള് ചെല്ല്, എൻ്റെ മോൾ അനുസരിച്ചാൽ മതിയെന്ന് പല്ലവിയോട് പറഞ്ഞു. അങ്ങനെ അച്ചുവിന് കല്യാണ ഡ്രസ്സ് എടുക്കാൻ അവർ പോകുക. സേതു സമയം കളയേണ്ട, വേഗം ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ അവരെ പറഞ്ഞു വിടുന്നു. അങ്ങനെ അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ നമ്മുടെ കടയും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. കടയിൽ കുറുപ്പമാവൻ അവിടെ നിൽപ്പുണ്ട്, അതുപോലെ തന്നെ നിഖിലും പത്മജയും പിന്നെ പ്രതാപനും അവിടെ നിൽപ്പുണ്ട്. അവർ 3 പേരും കൂടി ഇവരെ കണ്ടപ്പോൾ അന്തം വിട്ടിങ്ങനെ നോക്കും. ഒട്ടും പ്രതീക്ഷിച്ചില്ല സേതു വരുമെന്ന്. അപ്പോൾ കുറുപ്പമാവൻ ഓടി വന്ന് സേതുവിൻ്റെ കൈ പിടിച്ചു. എത്തിയോ, പല്ലവിമോളും ഉണ്ടല്ലോ, നല്ല കാര്യമെന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ അതുവിനെ ഇല്ലാതിരിക്കോ, ചങ്കല്ലേ എന്നും പറഞ്ഞ ഋതിക എപ്പോഴും കൂടെ ഉണ്ടാകണം എന്നും പറഞ്ഞ് ഋതിക ഇവരെ കളിയാക്കുക അവിടെ ഇട്ട്. അപ്പം അങ്ങനെ അതും പറഞ്ഞിങ്ങനെ നിൽക്കുമ്പം എവിടെ വരണം വരണ്ടെന്നൊന്നും ഇവിടെ ഒരാൾക്ക് അറിഞ്ഞുകൂടാ, വലിഞ്ഞു കയറാൻ പറ്റിയൊരവസരം കിട്ടിയാൽ അതങ്ങ് ഉപയോഗിച്ചോളൂ എന്നും പറഞ്ഞ് പല്ലവിയെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് ഋതു എന്നും പറഞ്ഞ് അച്ചു വിളിച്ചു. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് ചോദിച്ചു. ഋതുക തുള്ളിച്ചാടി അങ്ങോട്ടേക്ക് അങ്ങ് പോയി. അപ്പോൾ 100% ശരിയാണെന്നും സ്റ്റാഫ് ആരെങ്കിലും ചോദിച്ചാൽ ആരാണെന്ന് പറയും, ഏട്ടൻ്റെ ഭാര്യയോ? നാഴികയ്ക്ക് 40 വട്ടം മാധവമേനോൻ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അച്ഛൻ്റെ സൽപ്പേരിന് നാണക്കേട് ഉണ്ടാക്കുന്നൊന്നും ചെയ്യാനും പാടില്ല എന്ന് പറഞ്ഞ് സ്വാതി ഇങ്ങനെ പറയുന്നു. പല്ലവി അന്നേരം നമ്മുടെ സേതുവിനെ ഇങ്ങനെ നോക്കി നിൽക്കുക. അവരന്നേരത്തേനും പുച്ഛിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു, നിഖിലും അതുപോലെ അവരൊക്കെ. അപ്പോൾ മോളെ, ഇവർ നമുക്കൊരാവശ്യത്തിന് വേണ്ടി വന്നതല്ലേ, ആരുടെയും മനസ്സ് വേദനിപ്പിക്കുന്നത് ശരിയല്ല എന്ന് കുറുപ്പമ്മാവൻ. അയ്യോ ഞാനൊന്നും പറയുന്നില്ലേ, തെറ്റു ചൂണ്ടിക്കാണിച്ചാൽ ചിലർക്കൊന്നും അത് ഇഷ്ടപ്പെടില്ല എന്ന് എനിക്കറിയാമെന്നും പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് അച്ഛനാ പറഞ്ഞാൽ മതിയല്ലോ, വിൽപത്രം കാരണമാണല്ലോ ഞങ്ങൾക്കിതൊക്കെ സഹിക്കേണ്ടി വന്നതെന്നും പറഞ്ഞ് ഋതുക്ക് ഇങ്ങനെ കുത്തി പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരത്തേക്ക് നമ്മുടെ പ്രതാപനൊക്കെ അവിടെ നിൽക്കുന്നു. ഈ സമയം അച്ചുവിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിഖിൽ നിൽക്കുവാണേ. മോളെ വാ എന്നും പറഞ്ഞുകൊണ്ട് പ്രതാപൻ എന്നിട്ട് ഋതുകയെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് അങ്ങ് പോയി. അങ്ങനെ അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഇവരിങ്ങനെ നോക്കി നിൽക്കുക. മാറ്റി നിർത്തി ഋതുകയോട്, എടി എന്തിനാ അവനെ ഇങ്ങോട്ട് കെട്ടിയെടുത്തതെന്ന് ചോദിച്ചു. അമ്മയുടെ കൽപ്പനയല്ലേ, അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? അമ്മയ്ക്ക് ഇപ്പം ഞങ്ങളെക്കാളും വിശ്വാസം അയാളെയാ, ഞങ്ങൾ എന്ത് ചെയ്യാനാണെന്ന് ഋതുക പ്രതാപനോട് അന്നേരം ചോദിച്ചു. വേണ്ടായിരുന്നു, എനിക്കവനെ കണ്ടാൽ തന്നെ മേലാസകലം തരിപ്പ് കയറും, മറ്റവളുടെ മുഖമാണെങ്കിൽ കാണുന്നതേ എനിക്ക് അലർജിയാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ വലിയ ഷോ ഇറക്കുന്നു. എന്തായാലും വന്നതല്ലേ,
ഡ്രസ്സ് എടുത്തേക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു, ബാ പോകാം എന്നും പറഞ്ഞു. എന്നിട്ട് ഋതികയും കൂട്ടിക്കൊണ്ട് അവരങ്ങ് പോണു. അതിനുശേഷം ഇവർ ഡ്രസ്സ് എടുക്കാനായിട്ട് അങ്ങ് പോയി. സേതുവും പല്ലവിയും കൂടെ വിഷമിച്ച് അവിടെ നിൽക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ സേതുവേട്ട, നിങ്ങൾ പോയി എടുത്താൽ മതിയെന്ന് എനിക്കറിയായിരുന്നു. ഋതുവിനും സ്വാതിക്കും അത് ഇഷ്ടമാവില്ല, ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന്. അപ്പോൾ എനിക്ക് താൻ കൂടെ ഉണ്ടാകുന്നതാ ഇഷ്ടം, അത് മതിയെന്ന് സേതു പറയാം. പല്ലവി, താൻ തൽക്കാലം എൻ്റെ ഇഷ്ടം മാത്രം നോക്കിയാൽ മതിയെന്ന് പറഞ്ഞു. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ തിരിച്ചു പോകാത്തത്. സേതുവേട്ടനെ വിഷമിപ്പിക്കാൻ എനിക്ക് ഒരിക്കലും കഴിയില്ല, അതുകൊണ്ട് മാത്രമാണെന്ന് നമ്മുടെ പല്ലവി സേതുവിനോട് പറയാം. എന്നാ ബാ എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. വാടോ എന്നും പറഞ്ഞ് നമ്മുടെ സേതു വിളിച്ചോണ്ട് പിന്നെ അവിടെ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നു, സാരിയൊക്കെ എടുത്തു, ഓരോരോ കളറുകളൊക്കെ എടുത്ത് ഇങ്ങനെ എടുത്തിടുന്നു. ഈ സമയത്ത് നമ്മുടെ പല്ലവി ഇങ്ങനെ ഒരു വേറൊരാളെ പോലെ അവിടെ നോക്കി നിൽപ്പുണ്ട്. ഇത് നോക്കിക്കുക അത് നോക്കിക്കുക എന്ന് പറഞ്ഞ് പല കളറുകളും എടുത്തിടുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല ഇതാണ്, പിന്നെ നിഖിലിന് നല്ല കളർ സെൻസ് ഉണ്ട്, ഡ്രസ് സെൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗുകളൊക്കെ പത്മജ അവിടെ നിന്ന് ഇങ്ങനെ വിട്ടോണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞ് ഇവരിങ്ങനെ ഡ്രസ്സ് എടുത്തുകൊണ്ടിരിക്കുന്നു, സാരി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പല്ലവി പറഞ്ഞു, ദേ അപ്പോൾ ഈ സാരി എടുത്ത് നമ്മുടെ പല്ലവി അച്ചുവിന് കൊടുത്തു. ഈ കളർ നല്ലതാ, ഈ സാരി നല്ലതാ, ഇത് ഈ കളർ അച്ചുവിന് നന്നായിട്ട് ചേരും എന്ന് പറഞ്ഞു. അപ്പോൾ സേതുവേട്ടനോട് അഭിപ്രായമൊക്കെ ചോദിക്കും നമ്മുടെ അച്ചു. അപ്പോൾ അങ്ങനെ ആ ഒരു സാരി എടുത്ത് ദേഹത്ത് വെച്ച് നോക്കി കഴിഞ്ഞപ്പം നല്ലതാണെന്ന് മനസ്സിലായപ്പോഴത്തേക്കും നമ്മുടെ മറ്റേ പ്രതാപൻ്റെ ഭാര്യ പറയുകയാണ്, ദേ ഇതുണ്ടല്ലോ നോർമൽ സ്കൂൾ വാദ്യാന്മാർ അവരുടെ മക്കൾക്ക് എടുത്തു കൊടുക്കുന്ന സാരി പോലെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പല്ലവി അവിടെ ഇരുന്ന് കളിയാക്കുക. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ, പഠിച്ചതല്ലേ അമ്മായി പാടാൻ പറ്റൂ എന്ന് പറഞ്ഞ് ഋതിക ഇങ്ങനെ കളിയാക്കുന്നു. അപ്പോൾ പല്ലവിക്ക് വിഷമമായി. പല്ലവി ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ അവിടെ നിൽക്കുക. പക്ഷെ അച്ചു ആ സാരി തന്നെ പിടിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അതെ, ഞാനിത് ഉറപ്പിച്ചു, ഇനി ആരും എനിക്ക് വേണ്ടി സാരി നോക്കി ബുദ്ധിമുട്ടണമെന്നില്ല, ഇത് നല്ല സാരിയാണ്, എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് നമ്മുടെ അച്ചു പറഞ്ഞു. അപ്പോൾ പല്ലവിയുടെ സങ്കടം മാറി. അതുപോലെ തന്നെ കുറുപ്പമ്മാവനും സേതുവിനും സന്തോഷമായി. അങ്ങനെ അടുത്ത സാരി എടുത്തു പ്രതാപൻ, മറ്റേ സാരി എടുത്തു പ്രതാപൻ. ആ സമയം ഇനി ഞാനൊരു സാരി സെലക്ട് ചെയ്യട്ടെ എന്ന് ചോദിച്ചു കേട്ടോ നമ്മുടെ സേതു. അപ്പോൾ ആർക്കാണെന്ന് പല്ലവി ചോദിച്ചു. അപ്പോൾ പല്ലവിക്കാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അയ്യോ എനിക്ക് സാരി ഒന്നും വേണ്ട എന്ന് പല്ലവി പറയുക. ഇവരെല്ലാവരും ഇങ്ങനെ കുശുമ്പ് കയറി നോക്കി നിൽക്കുക. എൻ്റെ പെങ്ങളുടെ കല്യാണമാണ് വരുന്നേ, പല്ലവി മണ്ഡപത്തിലേക്ക് വരുന്നതേ, ഞാൻ എടുത്ത സാരി എടുത്തുകൊണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ പുച്ഛഭാവത്തോടെ ഇങ്ങനെ നോക്കുക. അതെൻ്റെ അവകാശമാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സേതു ഇങ്ങനെ പറഞ്ഞു. അതേത് വകയിലാണെന്ന് ചോദിച്ചാൽ ഞാനത് എടുത്തു തരും, ഉടുത്താൽ മതി എന്നും പറഞ്ഞുകൊണ്ട് സേതു ഇങ്ങനെ പറയുന്നു കേട്ടോ. അപ്പോൾ അച്ചുവിന് സന്തോഷമായി. അച്ചു ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് ഒരു സാരി എടുത്തു. ആ ചേച്ചി ആ സാരി എടുത്ത് കൊടുത്തു. നോക്കിക്കഴിഞ്ഞപ്പോൾ പല്ലവിക്ക് നന്നായിട്ട് അത് ചേരുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ പല്ലവിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇഷ്ടമായോ എന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് ഇഷ്ടമായി, സേതുവേട്ടൻ എന്തെടുത്ത് തന്നാലും എനിക്കത് ഇഷ്ടമാണെന്ന് പറഞ്ഞ് നമ്മുടെ പല്ലവി. ഇതൊക്കെ കണ്ട് നിഖിലിനും അങ്ങ് ദഹിക്കുന്നില്ല കേട്ടോ. നിഖിൽ അന്നേരം ഇങ്ങനെ നോക്കി നിൽക്കുക. നന്നായിട്ടുണ്ട് സേതുവേട്ടാ, എനിക്ക് ഒത്തിരി ഇഷ്ടമായി എന്ന് പറഞ്ഞു. ഓരോരുത്തരുടെ ഓരോ യോഗങ്ങളെ. പണ്ട് 1000 രൂപ പോലും വിലയില്ലാത്ത സാരി എടുത്തുകൊണ്ടിരുന്ന ആൾക്കാരാ ഇപ്പോൾ വില കൂടിയ സാരിയുടെ പകിട്ടൊക്കെ നോക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഋതിക വീണ്ടും കളിയാക്കുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവർക്ക് സങ്കടമായി. ഭാഗ്യം വേണം, ഭാഗ്യം അല്ല, പിച്ചക്കാർക്കും ഉണ്ടല്ലോ അവരവരുടേതായ ഒരു ദിവസം, ആയിക്കോട്ടെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ എന്നും പറഞ്ഞിങ്ങനെ. അപ്പോഴത്തേക്ക് നമ്മുടെ പല്ലവി ആ സാരി അവിടെ അങ്ങനെ അങ്ങ് വെച്ചിട്ട് ഞാൻ അപ്പുറത്തുണ്ടാകുമെന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് പോകുക. അങ്ങനെ അതും പറഞ്ഞു പോയി നമ്മുടെ പല്ലവി വിഷമിച്ച്. ഈ സമയത്ത് സേതുവിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. സേതു പക്ഷെ അവരുടെ പിറകെ അങ്ങ് പോയി. ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇവരെ പറ്റി ഓരോന്ന്, അതായത് സേതു പല്ലവിയുടെ അടിമയാണെന്നും പറഞ്ഞുകൊണ്ട് ഋതിക അവിടെ ഇട്ട് വലിയ ഡയലോഗുകൾ അടിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ സ്വാധീനം. അപ്പോൾ നമ്മുടെ അച്ചു പറഞ്ഞു, എൻ്റെ ഏട്ടനെ ആരുടെ അടിമയൊന്നും അല്ല, ആപത്തുമില്ല എന്ന്. അച്ചു ആണെങ്കിൽ ഒന്നിനും ഇവരെ വാ തുറന്ന് സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. നീ പല്ലവി ചേച്ചിയുടെ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു, ഒരു സാരി എടുത്തെന്ന് വെച്ചാൽ ആകാശം ഇടിഞ്ഞു വീഴുമെന്ന് അച്ചു ഋതികയോട് ചോദിക്കുവാണേ. ഇതൊക്കെ കുറുപ്പമ്മാവും കേട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ വന്നിക്കണ്ട, നിന്ദിക്കരുത്, അത് സംസ്കാരമുള്ളവർ ചെയ്യില്ല, മാധവമേനോൻ്റെ മക്കൾ അത് ഒട്ടും ചെയ്യില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരത്തേക്ക് നമ്മുടെ അച്ചു പറഞ്ഞു. അച്ചു എന്നിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് നമ്മുടെ പല്ലവി വിഷമിച്ചപ്പുറം മാറി നിൽക്കുക. ഇപ്പോൾ സേതു അങ്ങോട്ടേക്ക് ചെന്നു. സ്ഥലം ഇതായി പോയി, അല്ലെങ്കിൽ ഋതുവിനുള്ള മറുപടി ഞാൻ അപ്പം തന്നെ കൊടുത്തേനെന്നും നമ്മുടെ സേതു പറഞ്ഞു. അയ്യോ അങ്ങനെയൊന്നും ചെയ്യല്ലേ സേതു ഏട്ടാ, അവർ കുട്ടികളല്ലേ, അങ്ങനെ അവർ പലതും പറയും. പിന്നെ ഋതു പറഞ്ഞത് അത് നുണയൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞു. 1000 രൂപയിൽ കൂടുതൽ വിലയുള്ള സാരിയൊന്നും ഞാനിതുവരെ ഉടുത്തിട്ടില്ല എന്ന് നമ്മുടെ പല്ലവി അന്നേരം പറയണു. അച്ഛൻ്റെ ചെറിയ വരുമാനം, പിന്നെ അതിലൊതുങ്ങിയ ഞങ്ങളെല്ലാവരും ജീവിച്ചിട്ടുള്ളതെന്നും അതിനനുസരിച്ചാണ് ഞങ്ങൾ ജീവിച്ചിട്ടുള്ളൂ എന്ന് കരുതി ആരുടെ മുന്നിലും തലകുനിക്കേണ്ടി വന്നിട്ടില്ല, അഭിമാനവും ആർക്കും പണയം വെച്ചിട്ടില്ല എന്നും പല്ലവി പറയുന്നു. പിന്നെ ബാക്കി ആർഭാടങ്ങളൊന്നും ഈ പല്ലവിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ലെന്ന് മാത്രമെന്ന് പറയുമ്പോൾ അതൊക്കെ പണ്ട്, ഇപ്പം അവസ്ഥകളൊക്കെ മാറിയില്ലേന്ന് ചോദിച്ചു. കോളേജ് ലെക്ചററല്ലേ താൻ, പിന്നെ
സേതുവേട്ടൻ്റെ ആരാ എന്നിങ്ങനെ പല്ലവി ചോദിച്ചപ്പം അപ്പം അത് പിന്നെ വേണ്ട, ഞാനങ്ങനെ പറയുന്നതൊന്നും ശരിയല്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് സേതു. ഞാൻ ആ സാരി എടുക്കും, താൻ അത് വാങ്ങണം എന്ന് പറഞ്ഞപ്പോൾ പല്ലവിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടിക്ക് ഒരു സാരി, അയ്യോ എനിക്കതൊരു പുതിയ അനുഭവമാണെന്ന് നമ്മുടെ പല്ലവി പറയുക. സേതുവേട്ടൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ സേതുവേട്ടനെ പോലെ ഒരാളുടെ കയ്യിൽ നിന്ന് സാരി വാങ്ങുമ്പോൾ അത് ശരിയാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് എന്നൊക്കെ നമ്മുടെ പല്ലവി ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ട് ഇങ്ങനെ നിൽക്കുന്നു. സാരി എന്നൊക്കെ പറഞ്ഞാൽ പുടവ എന്നൊക്കെയല്ലേ അതിൻ്റെ അർത്ഥം എന്നൊക്കെ പല്ലവി ഇങ്ങനെ ചോദിച്ചു. അങ്ങനെയുള്ളപ്പോൾ വാങ്ങാൻ എനിക്കതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്നല്ലേ അത് വാങ്ങാം, ഉറപ്പായിട്ടും വാങ്ങാം, അല്ലെങ്കിലും അത് വാങ്ങണം, എന്നിട്ടേ താൻ അത് ഉടുക്കണം, എനിക്കത് കാണണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഒരു സംസാരമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ അച്ചു അങ്ങോട്ടേക്ക് വന്നു. ചേച്ചി ഈ സാരി എങ്ങനെ ഉണ്ടെന്ന് നോക്കിക്കേ, ആ സാരി എങ്ങനെ ഉണ്ടെന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞ് കുറേ സാരി കൊണ്ടുവന്നു. ഇതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അച്ചുവിന് ഇത് നന്നായിട്ട് ചേരും കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഒരു കളർ എടുത്ത് കാണിച്ചു. അപ്പോൾ ദേ ഞാൻ സെലക്ട് ചെയ്ത സാരി എടുക്കണ്ട കേട്ടോ, അത് പല്ലവിക്കുള്ളതാ എന്ന് സേതു പറഞ്ഞപ്പോൾ ഉത്തരവേ എന്ന് പറഞ്ഞ നമ്മുടെ അച്ചു. അങ്ങനെ ദേ നമ്മുടെ പല്ലവി ഇങ്ങനെ ഒരു ചെറിയ നാണമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അനിയത്തി ആങ്ങളെയും കൂടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് ഋതികയാണ്. ഋതികയാണെങ്കിൽ അവിടെ ഇങ്ങനെ മാറി നിൽക്കുന്നു. ഈ സമയത്ത് എന്താ മേഡം വിളിച്ചതെന്ന് ചോദിച്ചു. അവിടുത്തെ സ്റ്റാഫ് വന്ന് ബില്ല് റെഡിയാക്കിയോ? അപ്പോൾ ഏത് ബില്ലായിരുന്നു മേഡം? അപ്പോൾ ഇവിടെ നടന്ന പർച്ചേസിൻ്റെ ബില്ല്. എൻ്റെ ചേച്ചിയുടെ കല്യാണം ആയിരിക്കും നടക്കുന്നത്, പക്ഷേ അതിൻ്റെ ബില്ല് പേ ചെയ്യേണ്ടത് സേതു ആണെന്നും ഒരു സെൻറ്റിമെൻസും അതിൽ നടത്തണ്ട, ഫുൾ എമൗണ്ട് വാങ്ങിച്ചിട്ട് ഇവിടുന്ന് വിടാവൂ എന്ന് പറഞ്ഞു. അല്ല കുറുപ്പ് സാർ എന്താ പറഞ്ഞേ? കുറുപ്പ് സാറ് വഴക്ക് പറയില്ലേ എന്ന് ചോദിച്ചപ്പം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലേ, ബില്ല് കൊടുത്താൽ കുറുപ്പ് സാറ് വഴക്ക് പറയും. ശരി ആയിക്കോട്ടെ, കൊടുക്കണ്ട, അതിനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, ബില്ല് കൊടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കാമെന്ന് അറിയോ തനിക്ക്? താൻ അക്കൗണ്ട്സ് മാനേജറായിട്ട് പിന്നെ താൻ ഇവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അതും പറഞ്ഞ് ഋതിക അവിടെ നിന്ന് അങ്ങ് പോയി. അയാളെ ആകെ ധർമ്മസങ്കടത്തിലാക്കി. അത് കഴിഞ്ഞ് പിന്നെ വന്നവർക്ക് ചായ കൊടുക്കുന്നു കാര്യങ്ങളൊക്കെ. ഈ സമയത്ത് നമ്മുടെ പല്ലവി വേറൊരാളെ പോലെ മാറി നിൽക്കുക. അപ്പോൾ അങ്ങനെ വേറൊരു സ്റ്റാഫ് വന്നിട്ട് ആ മേഡത്തിന് സാരി എടുക്കുന്ന കാര്യത്തെപ്പറ്റി ചോദിച്ചപ്പം നമ്മുടെ പല്ലവിയെ പറ്റി അയാൾ ചോദിച്ചു. ആ മേഡത്തിനോ? അവർ ഞങ്ങളുടെ കൂടെ വന്നതാണെന്നാണോ താൻ കരുതിയതെന്ന് ചോദിച്ചുകൊണ്ട് പല്ലവിയെ ഇതാക്കുക. അല്ല ഒരുമിച്ചല്ലേ നിങ്ങൾ വന്നത്? അല്ല, അവർ ഞങ്ങളുടെ ആരുമല്ല. എടോ ശരിക്കും കണ്ണ് തുറന്ന് താൻ നോക്ക്, ഞങ്ങളുടെ ഫാമിലി മെമ്പർ ആകാനുള്ള എന്തെങ്കിലും യോഗ്യത അവർക്കുണ്ടോ എന്നൊക്കെ ഋതിക ഇങ്ങനെ ചോദിക്കുന്നു. പല്ലവി ഇങ്ങനെ വിഷമിച്ച് അവിടെ നിൽക്കുക. പല്ലവിയെ മാക്സിമം അവിടെ ഇട്ട് അപമാനിച്ചുകൊണ്ടേ ഇരിക്കുക ഋതിക. ഇതൊക്കെ കണ്ട് സേതു കടിച്ചു പിടിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. വേറൊരു സ്ഥലത്ത് നിൽക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് വീട്ടിൽ അഭയം ചോദിച്ചു വന്ന വേറൊരു അഭയാർത്ഥി മാത്രമാണ് ആ സ്ത്രീ എന്നൊക്കെ പറഞ്ഞ് സ്വാതിയും അഹങ്കരിച്ചങ്ങ് കയറുക. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞ് ഇങ്ങനെ അപമാനിച്ച് ഒരു പരിധി വരെ ദൈവത്തിന് പോലും നിരക്കാത്ത രീതിയിൽ ഇവളുമാർ സംസാരിച്ചുകൊണ്ടിരിക്കുക. പറയാനുള്ളത് ഞാൻ പറയും, ആർക്ക് ഇഷ്ടപ്പെട്ടാലും കൊള്ളാം ഇല്ലെങ്കിലും കൊള്ളാമെന്ന് പറഞ്ഞ് ഋതിക ഇങ്ങനെ ഡയലോഗ് അടിക്കുമ്പോൾ നമ്മുടെ സേതുവിന് കിട്ടിയൊരു ചായ അതുകൊണ്ടൊന്ന് പല്ലവിക്ക് കൊടുക്കുക. അപ്പോൾ പല്ലവി അത് വാങ്ങിച്ചില്ല. താനിത് കുടിക്കടോ, ഞാനല്ലേ തരുന്നേ, വാങ്ങിക്കാൻ പറഞ്ഞു. അങ്ങനെ പല്ലവിക്ക് സേതു അത് കൊടുത്തു. കാരണം സേതുവിനും പല്ലവിക്കും അടുക്കാനുള്ളൊരു അവസരം കൂടുതലായിട്ട് ഉണ്ടാക്കി കൊടുക്കുക ശരിക്കും അവളുമാരുടെ വിഡ്ഢിത്തരം കൊണ്ടുണ്ടാകുന്നത്. അങ്ങനെ അവർ ആ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ കടന്നങ്ങ് പോയി. ഈ സമയത്ത് ഋതുമോളെ അവിടെ ചെറിയൊരു പ്രശ്നമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് നമ്മുടെ പ്രതാപം വന്നു. ഇവിടുത്തെ സെലക്ഷൻ പോരാന്നും പറഞ്ഞ് ഒരു ടീം പർച്ചേസിങ് വേണ്ടാന്നും പറഞ്ഞ് ഇറങ്ങിപ്പോകാൻ നോക്കുവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ബഡാ പാർട്ടിയെ മോളെ ചെന്നവരെ തടഞ്ഞില്ലെങ്കിൽ നല്ലൊരു തുകയുടെ കച്ചവടമാണ് പോണത് ബാ എന്നും പറഞ്ഞുകൊണ്ട് ഋതികയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പ്രതാപൻ അങ്ങോട്ടേക്ക് ഓടി. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക. കാശിന് ഒരു ഗുണവും ഇല്ലാത്ത കുറേ എണ്ണങ്ങളുണ്ടല്ലോ അവിടെ, എല്ലാ എണ്ണം വായും ഇഴിച്ച് ഇങ്ങനെ അവിടെ നോക്കി നിൽക്കുന്നു. ഈ സമയത്ത് നമ്മുടെ സേതുവും പല്ലവി അവിടെ നോക്കി നിൽക്കുവാണ്. ഈ പർച്ചേസിന് വന്ന അവരുടെ മുന്നിൽ ചെന്ന് ഋതികയും പ്രതാപനും കുറേ സംസാരിച്ചു. അപ്പോൾ ഇവിടെ എല്ലാത്തരം സെലക്ഷൻ ഉണ്ടല്ലോ മേഡം, അങ്ങനെയല്ല മേഡം ഇങ്ങനെയല്ല മേഡം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നിങ്ങളിട്ടിരിക്കുന്ന ഡ്രസ്സ് പോലും ക്വാളിറ്റി ഇല്ലാത്തതാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഋതികയുടെ അഹങ്കാരം അവർ അവിടെ തീർത്തു കൊടുക്കുവാണ്. ആ കടയിലിട്ട് ഋതികേനെ ചവിട്ടി അരച്ചെന്ന് പറയാം പുതിയ കസ്റ്റമേഴ്സ് വന്ന്, പ്രതാപനെയും കൂടി. അപ്പോൾ നമ്മുടെ പല്ലവിയും സേതുവും കൂടി അങ്ങോട്ടേക്ക് വരുവാണ്. കുറച്ച് ഡ്രസ് സെൻസ് ഉള്ള ആരെങ്കിലും ജോലിക്ക് വെക്കാൻ നോക്ക്, അല്ലെങ്കിൽ ഈ കട അടുത്ത് തന്നെ അടച്ചു പൂട്ടുമെന്നൊക്കെ പറഞ്ഞാൽ ചേച്ചിമാർ വന്ന് നിന്ന് പറയാം എന്ന് നീയാണോ തീരുമാനിക്കുന്നത് എന്ന് ഋതിക അവരോട് അന്നേരത്തേക്കും കയറി കയർത്ത് സംസാരിക്കുന്നു. അപ്പോൾ കാലം കുറേ ആയിട്ട് ഞങ്ങൾ ഈ കച്ചവടം നടത്തുന്നവരാ, ഇതുവരെ ഞങ്ങളോട് ആരും ഇതുവരെ ഇത്ര അഹങ്കാരത്തിൽ സംസാരിച്ചിട്ടില്ലെന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ വേണ്ട മോളെ വേണ്ട, ഒരു തർക്കം വേണ്ടെന്ന് പറഞ്ഞ പ്രതാപൻ അങ്കിളെ ഇവള് പറഞ്ഞത് കേട്ടില്ല എന്ന് ചോദിച്ചു ഋതിക. അപ്പോഴേക്കും ഇതോടെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഈ കടയിൽ കളക്ഷൻ മാത്രമല്ല നന്നായിട്ട് പെരുമാറാൻ അറിയുന്ന ആരുമില്ല എന്നുള്ളതെന്ന് പറഞ്ഞ് അവർ വളരെ മാന്യമായിട്ട് തന്നെ സംസാരിക്കാം. അപ്പോഴേക്കും സേതുവും പല്ലവി ഇങ്ങനെ നോക്കുക, ഒരു കസ്റ്റമറെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ആദ്യം പോയി പഠിക്കുക, എന്നിട്ട് കച്ചവടം നടത്താൻ ഇറങ്ങുക എന്നും ആ ചേച്ചി.
ഈ ഋതികയോട് പറയുന്നു, നിങ്ങൾ പറയുന്ന വിലയ്ക്ക് സാധനം വാങ്ങാൻ വന്നവരാ ഞങ്ങൾ, ഞങ്ങളോടാ നിങ്ങൾ മോശമായി പെരുമാറുന്നതെന്നൊക്കെ പറഞ്ഞ് അവർ പറഞ്ഞു, ഇനി ഒരിക്കലും ഞങ്ങൾ ഈ കടയിലേക്ക് വരില്ല എന്ന് പറഞ്ഞ് ആ കടയിൽ നിന്ന് അവരങ്ങ് ഇറങ്ങി പോകുന്നു. അപ്പോൾ ചുമ്മാ ഞങ്ങൾ അവർ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഋതുക ഇങ്ങനെ വലിയ ഷോ കാണിക്കുന്നു. ആ സമയത്ത് സേതുവും പല്ലവിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു, പരസ്പരം നോക്കി ഇങ്ങനെ നിൽക്കുവാട്ടോ. പല്ലവി എന്നിട്ടൊരു പോക്കങ്ങ് പോയി, അതും ഋതികയുടെ മുന്നിലേക്ക്. അവിടെ ചെന്ന് ഇത്രയും നേരം ഷോ ഇറക്കി വലിയ ആള് കളിച്ചതല്ലേ, അപ്പോൾ ആ ആള് കളിച്ചവളുടെ മുന്നിലേക്ക് ചെന്ന് 2 വർത്തമാനം പറയണ്ടേ? അതേ നമ്മുടെ പല്ലവിയും ചെയ്തോളൂ. ചെന്നിട്ട് അതെ, ഡ്രസ് സെൻസിനെ കുറിച്ചും മാർക്കറ്റിലെ പുതിയ ട്രെൻഡുകളെ പറ്റിയും കൂടുതൽ എപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കണം, അല്ലാതെ വായിട്ടലച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇപ്പം സംഭവിച്ചതുപോലെ കസ്റ്റമേഴ്സിൻ്റെ മുന്നിൽ നാണം കെടുമെന്ന് നമ്മുടെ പല്ലവി ഋതികയോട് പറഞ്ഞു. അതും പറഞ്ഞ് പല്ലവി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. സേതു അവിടെ നിന്ന് 2 കയ്യടി നാണം കെട്ട് ഋതികയെന്ന് പറയുന്നവൾ അവിടെ അങ്ങനെ നിൽക്കുക. എന്തായാലും അവർ രണ്ടുപേരും കൂടെ സ്റ്റൈലിഷ് ആയിട്ട് അങ്ങ് ഇറങ്ങിപ്പോയി കേട്ടോ. പക്ഷേ അപ്പോഴേക്കും ബില്ലുമായിട്ട് അടുത്ത ആൾ വന്നു. ഇപ്പോൾ കുറുപ്പന്മാരുടെ കയ്യിലേക്കാണ് ബില്ല് കൊണ്ട് കൊടുത്തത്. ബില്ലോ എന്ന് ചോദിച്ചു. ബില്ല്, ഈ പർച്ചേസിന് ബില്ല് വേണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നതാണല്ലോ എന്ന് കുറുപ്പമ്മാവൻ. പിന്നെ ആരോട് ചോദിച്ചിട്ടാണ് താനിത് ചെയ്തതെന്ന് ചോദിച്ചപ്പം മേഡം പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ് ഋതികയെ ചൂണ്ടിക്കാണിച്ചു. അപ്പോഴേക്കും കാര്യം മനസ്സിലായി ഏകദേശമൊക്കെ. ആ സമയത്ത് പ്രതാപനും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക. അതെ, ഞാൻ തന്നെയാ പറഞ്ഞത്, എന്താ ബില്ലിട്ടാല്? വീട്ടിലേക്കുള്ള പർച്ചേസിന് പോലും പണം കൊടുത്തിരുന്ന അച്ഛൻ്റെ മക്കളാണ് ഞങ്ങൾ, ആ പാരമ്പര്യം കാക്കണ്ടേ ഞാൻ എന്നും ചോദിച്ചുകൊണ്ട് ഋതിക. അപ്പോൾ നമ്മുടെ അച്ഛന് ആകെ വിഷമമായിട്ടോ. അത് ശരിയാ, ഒരു കർച്ചീഫോ തോർത്തോ വാങ്ങിച്ചാൽ പോലും അളിയൻ കാശ് കൊടുക്കുമായിരുന്നു, അല്ലാതെ ഒന്നും ഇവിടുന്ന് എടുത്തിട്ടില്ല എന്നും പറഞ്ഞിങ്ങനെ പറയണം. അപ്പോഴത്തേക്കും എന്നും പറഞ്ഞുകൊണ്ട് സ്വാതി ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഈ സമയം അച്ചുവിൻ്റെ കല്യാണമല്ലേ മോളെ എന്ന് കുറുപ്പമ്മാവൻ ചോദിച്ചു. ആരുടെ കല്യാണമാണെങ്കിലും സാധനം വാങ്ങിയാൽ കാശ് കൊടുക്കണമെന്ന് അന്നേരം ഋതുക. നമ്മുടെ പല്ലവിയും സേതുവും കൂടി അന്നേരം ഇങ്ങനെ നിൽക്കുക. നമുക്കിങ്ങനെ ഒരു കട ഇല്ലായിരുന്നെങ്കിൽ സാരിയൊന്നും എന്താ നമ്മൾ വാങ്ങത്തില്ലായിരുന്നോ? പർച്ചേസ് നടത്തിയാൽ പേ ചെയ്യണം, അതാണ് അന്തസ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ സേതുവിനെയാണ് ഇവളീ കുത്തി പറയുന്നത്. അപ്പം അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ ഇവരെല്ലാവരും സേതുവിനെ ഉറ്റു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അതുപോലെ തന്നെ നിഖിലും ആ ഒരു തരത്തിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. ആ സമയത്ത് നമ്മുടെ സേതു എന്നിട്ട് ചോദിച്ചു, എത്രയായി ബില്ല്? അപ്പോൾ 3 ലക്ഷം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവരൊന്ന് ഞെട്ടി. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ കാണിച്ചാട്ടോ ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണില്ലേ? എല്ലാവർക്കും നന്ദി.